ഇന്ന് SIT അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ പ്രതികളും ഹാജരായിരുന്നു. അപ്പോൾ പ്രതികളെ അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത്. ഞങ്ങൾ രണ്ടുപേരും അതോടൊപ്പം തന്നെ ഈ കേസിലെ സാക്ഷിയായിരുന്ന ജോജി മോനും ഞങ്ങൾ 3 പേരും ഈ 5 പ്രതികളെയും തിരിച്ചറിഞ്ഞു. അതാണ് ഇന്ന് പ്രധാനമായും നടന്നത്. പ്രൊസീജിയർ ഞങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ഇവർ 5 പ്രതികളും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റൂമിൽ വെച്ച് ഇവരെ വിളിച്ചു വരുത്തി റെക്കോർഡ് ചെയ്യുകയാണ്. ഇവർ 5 പേർ തന്നെയാണോ നിങ്ങളെ ആക്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവർ 5 പേരെയും തിരിച്ചറിയുകയും ഇവർ തന്നെയാണ് ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തതെന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കോടതിയിൽ ഈ കേസ് പരിഗണിച്ച സമയത്ത് അന്ന് പറഞ്ഞിരുന്നത് നിങ്ങളെ തല്ലിയ ലാത്തി അത് ഇവർ സറണ്ടർ ചെയ്തിരുന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കുന്നത് ഇതുവരെ SITക്ക് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പ്രതിഭാഗം കോടതിയിൽ കള്ളം പറഞ്ഞതാണ്. തീർച്ചയായും അത് പ്രതിഭാഗം പറയുന്നത് നിരന്തരമായി കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കോടതി പെരുമാറിയതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ളൊരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കോടതി പ്രതിഭാഗം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച് എഴുതി വെക്കുകയും ചെയ്തു. ലാത്തി പോലും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിൽ ചില അവ്യക്തതകളും ഒരു ആശയക്കുഴപ്പമൊക്കെ ഇല്ല. ഈ കേസിന് ഇനിഷ്യൽ സ്റ്റേജിൽ 2 പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റിക്കവറി നടത്തി എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. റെഫർ ചാർജിൽ പോലും റിക്കവറി നടത്തി എന്നുള്ള പറഞ്ഞിട്ടില്ല. അത് ലാത്തി കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറയപ്പെടുന്നത് കോടതിയിൽ വെച്ച് പ്രതിഭാഗമാണ് പറയപ്പെടുന്നത്. അത് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടുമില്ല. ബെയിൽ ആപ്ലിക്കേഷനിൽ റിട്ടേൺ ആയിട്ട് അവർ എഴുതി കൊടുത്തിട്ടുമില്ല. എന്നിട്ടും അവർ പറയുന്ന വാദമുഖം ബഹുമാനപ്പെട്ട കോടതി വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിക്കവറി വരെ നടത്തിയതാണ്, പിന്നെ എന്തിൻ്റെ ആവശ്യത്തിലാണ് ജാമ്യം കൊടുക്കേണ്ടത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നത്. അത് കോടതി പരിശോധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ. അത് SIT ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അത് ഡിഫാക്ടോ കംപ്ലൈന്റ് എന്ന രീതിയിൽ ഞങ്ങൾ അവർ അപ്പിയർ ചെയ്യുന്ന എല്ലാത്തിലും ഞങ്ങൾ അപ്പിയർ ചെയ്യും. തുടർ നടപടി ചാർജ് ഫയൽ ചെയ്യുക. ഇപ്പോൾ അവർക്ക് മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ബാക്കിയുടെ ആവശ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ കസ്റ്റഡിയിൽ ആവശ്യമുള്ളതിൻ്റെ ആവശ്യങ്ങളുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത്. അവരുടെ ബെയിൽ രൂപീകരിച്ചപ്പോൾ 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? റിപ്പോർട്ട് അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണല്ലോ. നിലവിലത്തെ സാഹചര്യത്തിൽ ആദ്യം കഴിഞ്ഞ 2.5 വർഷക്കാലം അന്വേഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ തലങ്ങളിലും ഈ കേസ് എവിടെയൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മൊഴികൾ രേഖപ്പെടുത്തുന്നതോ അതുപോലെ തന്നെ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ശേഖരിക്കുകയും കേസിൻ്റെ മറ്റ് പ്രതികളെ വിളിച്ചു വരുത്തുകയും അവരുടെ നിന്ന് റിക്കവറി എടുക്കേണ്ട ആവശ്യകതയുണ്ടോ. അതായത് ആദ്യത്തെ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇവർ റിക്കവറി നടത്തിയിട്ടില്ല. ഈ പറയുന്ന പ്രതികൾ മൊഴികൾ വെച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പ്രതികളും പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുമുണ്ട്. പത്രത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ബാക്കി മുമ്പോട്ട് പോട്ടെ. ഇത് തിരുത്തിയവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അല്ല അതും ഇടം വരെ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നു. തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാവുന്നുള്ളത് അന്വേഷിക്കുക. തൃപ്തികരമാണ്, പൂർണ്ണ വിശ്വാസമുണ്ട്. സ്വാഭാവികമായി ഉണ്ടാവുമോ? അത് ഗവൺമെന്റിനോട് നമ്മൾ പരാതിക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അപേക്ഷ കൊടുക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്? നിലവിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ വാക്കാൽ സംസാരിച്ചിട്ടുണ്ട് നേതൃത്വവുമായിട്ട്. അപ്പോൾ അത് ട്രയൽ സ്റ്റേജിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.